ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നൊരു വെറൈറ്റി സ്നാക്സാണ് പെരി പെരി ചിക്കൻ ചീസ് ബോക്സ്. നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നമ്മൾ നോക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണിത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 150 ഗ്രാം ചിക്കനും 1/2 ടീസ്പൂൺ ഉപ്പും കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് 2 വിസിലടിപ്പിക്കും. നമുക്ക് വേവിക്കാൻ വേണ്ടിയാണ്. വേറെ കുരുമുളക് പൊടി ഒന്നും ഇടണ്ട. അരപ്പിനായിട്ട് 2 സവോളയും 2 തക്കാളിയും ഒരു 7 ഉണക്കമുളകും 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലടിക്കണം. ഇത് ഞാൻ മല്ലിച്ചപ്പ് എടുക്കുന്നത് മറന്നുപോയതാണ് എടുക്കാൻ. ഞാൻ എടുത്തായിരുന്നു, നിങ്ങളത് മറക്കാതെ എടുത്തേക്കണം. മല്ലിച്ചപ്പും കൂടെ ചേർത്ത് വേണം മിക്സിയിലടിച്ച് ആ ഒരു അരപ്പ് പേസ്റ്റ് രീതിയിലാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് മറ്റൊരു പാനിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ പെരി പെരി മസാല, നമുക്ക് മാർക്കറ്റുകളിലും കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ പെരി പെരി മസാലയും കൂടെ ചേർക്കണം. അതാണ് ഇതിലെ ഫ്ലേവർ. നമുക്ക് അതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സിമ്മിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ല രീതി ആ പൊടിയും അരപ്പും എല്ലാം കൂടെ ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് സിം ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ എല്ല് മാറ്റി ചിക്കൻ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചായിരുന്നു. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തേക്കണം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സമൂസ ഷീറ്റ് എടുക്കാം. സമൂസ ഷീറ്റ് നമ്മൾ 2 എണ്ണം എടുത്തിട്ട് പ്ലസ് രീതിയിൽ നമുക്കാക്കണം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി 2 സൈഡിലൊന്ന് കത്രികയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 സൈഡിൽ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ സമൂസ ഷീറ്റ് ഡയറക്റ്റ് എടുക്കുന്ന പോലെ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ ഒരു അരപ്പ് അതിലോട്ട് നടുക്ക് വെച്ചതിന് ശേഷം ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും മൊസറല്ല ചീസും കൂടെ നടുക്ക് വെച്ചതിന് ശേഷം ബാക്കി 2 സൈഡിൽ മൈദാടെ പേസ്റ്റ് വെള്ളമായിട്ട് കലക്കിയത് നമ്മളൊന്ന് തേച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് മടക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ രീതിയിലല്ല മറ്റേ രീതിയിലാണ് മടക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ കോണോട് കോണായിട്ട് മടക്കിയാൽ മതി. അതിനുശേഷം ഒരു ചട്ടി വെക്കണം. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബോക്സ് ഈ ചൂടായ എണ്ണയിലോട്ടിട്ട് നല്ല രീതിയിൽ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം. സമൂസ ഷീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറ് ഒക്കെ ആകുമ്പം സിമ്മ് ഓഫ് ചെയ്യണം. പിന്നെ സിമ്മിൽ ഇട്ട് വേണം ഇതൊന്ന് വേവിക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തതും കൂടെ അതിലിട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ടൊമാറ്റോ സോസുമായിട്ട് മുക്കി കഴിയാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.